ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് പാർത്തനോജെനിസിസ്, പാർത്തനോകാർപ്പി, ഈ രണ്ട് ടോപ്പിക്കുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അതായത് ഗാമീറ്റ് ഫോർമേഷനെ പറ്റി ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഗാമീറ്റോജെനിസിസ് എന്നാണ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഹയർ ആനിമൽസിനെ പറ്റിയും ഹയർ പ്ലാന്റ്സിനെ പറ്റിയുമാണ്. ഈ ഹയർ ആനിമൽസിൻ്റെയും ഹയർ പ്ലാന്റ്സിൻ്റെയും പ്രത്യേകത ഇവയുടെ ശരീരത്തിൽ കാണുന്ന ഗാമീറ്റുകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സെല്ലുകളുടെയും ക്രോമസോം നമ്പർ 2 സെറ്റ് ആയിരിക്കും. അതായത് ഡിപ്ലോയിഡ് ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗാമീറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സെല്ലുകളുടെയും ക്രോമസോമിൻ്റെ എണ്ണം നോക്കിയാൽ 2 സെറ്റ് അല്ലെങ്കിൽ സെൽസ് ഡിപ്ലോയിഡ് ആയിരിക്കും. ഗാമീറ്റിൽ മാത്രം ഒരു സെറ്റ് ക്രോമസോമേ കാണപ്പെടുന്നുള്ളൂ. അതായത് ഗാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഗാമീറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സെല്ലുകളും ഡിപ്ലോയിഡും ഗാമീറ്റ് ഹാപ്ലോയിഡുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഗാമീറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ സെല്ലുകൾക്ക് മിയോസിസ് നടന്നാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റുകൾ ഉണ്ടാകുന്നത്. അല്ലേ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഏത് സെല്ലിനാണോ മിയോസിസ് നടക്കുന്നത് ആ സെല്ലിന് നമ്മളൊരു പേര് പറയും എന്ന് പറഞ്ഞിരുന്നു, മിയോസൈറ്റ്. അല്ലേ? ഏത് സെല്ലിനാണ് മിയോസിസ് നടക്കുന്നത് ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ്. ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. B5 എന്ന് പറയുന്ന ആ പേജ് നോക്കുക. അവിടെ ഒരു കോളമായിട്ട് തിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രോമസോം നമ്പേഴ്സ് ഇൻ മിയോസൈറ്റ്സ്. ബ്രാക്കറ്റിൽ ഡിപ്ലോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, 2n എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? മിയോസൈറ്റുകൾ ഡിപ്ലോയിഡ് സെല്ലുകളാണ്. അതിനെ ഡിപ്ലോയിഡ് സെല്ലുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2n എന്നാണ്. ആൻഡ് ഗാമീറ്റ്സ്, ഹാപ്ലോയിഡ് ആണ് ഗാമീറ്റ്സ്, n എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ഓഫ് സം ഓർഗാനിസംസ്. അപ്പോൾ ചില ഓർഗാനിസംസിലുള്ള മിയോസൈറ്റിലെ ക്രോമസോമുകളുടെ എണ്ണവും ആ ഓർഗാനിസത്തിൽ തന്നെയുള്ള ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണവുമാണ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് നോക്കുക. ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ് 46, ക്രോമസോം നമ്പർ ഇൻ ഗാമീറ്റ് 23. കാറ്റ് നോക്കുക. ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ് 38, ക്രോമസോം നമ്പർ ഇൻ ഗാമീറ്റ് 90. ഫ്രൂട്ട് ഫ്ലൈ നോക്കുക. ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ് എന്ന് പറയുന്നത് 8 ആണ്. ക്രോമസോം നമ്പർ ഇൻ ഗാമീറ്റ് 4 ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴും മിയോസൈറ്റിലുള്ള ക്രോമസോമിന്റെ എണ്ണത്തിന് പകുതിയായിരിക്കും ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണം. അതേപോലെ തന്നെ ഗാമീറ്റിലുള്ള ക്രോമസോമിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും മിയോസൈറ്റിലെ ക്രോമസോമിന്റെ എണ്ണം. അല്ലേ? ഇത് വെച്ചിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, തരും. അതായത് ഇപ്പോൾ മിയോസൈറ്റിലെ ക്രോമസോമിന്റെ എണ്ണം 20 ആണെങ്കിൽ ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുക. എത്രയായിരിക്കും? 10 ആയിരിക്കും. അല്ലേ? അതുപോലെ തിരിച്ചും വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണം, നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ദി ഗാമീറ്റ് ഈസ് 24. വാട്ട് വിൽ ബി ദി ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്? എത്രയായിരിക്കും? 24ന്റെ ഇരട്ടി 48. അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണം 16 ആണെങ്കിൽ മിയോസൈറ്റിലെ ക്രോമസോമിന്റെ എണ്ണം എത്രയായിരിക്കും? 32 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ മിയോസൈറ്റിലെ ക്രോമസോമിന്റെ എണ്ണത്തിന്റെ പകുതിയായിരിക്കും ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണം. ഗാമീറ്റിലെ ക്രോമസോമിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും മിയോസൈറ്റിലെ ക്രോമസോമിന്റെ എണ്ണം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനിയും
മറ്റൊരു ടോപ്പിക് ഇവിടെ പറയുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് തന്നെയാണ്, അഡ്വാൻറ്റേജസ് ഓഫ് വിവിപാരസ് ആനിമൽസ്. വിവിപാരസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് വിച്ച് ഗിവ് ബർത്ത് ടു യങ് വൺസ്, അല്ലേ? ജീവികളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളെയാണ് പൊതുവെ വിവിപാരസ് ആനിമൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് ഒവിപാരസ് അല്ലെങ്കിൽ മുട്ടയിടുന്ന ജീവികളെ അപേക്ഷിച്ച് കൂടുതൽ പേരൻ്റൽ കെയർ ഇവ കൊടുക്കുന്നു, അല്ലേ? കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും കുഞ്ഞുങ്ങളുടെ വളർച്ച നടക്കുന്നതുമൊക്കെ അമ്മയുടെ ഉദരത്തിലാണ്. അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ യങ് വൺസിൻ്റെ ചാൻസസ് ഓഫ് സർവൈവൽ, അവ നിലനിൽക്കാനുള്ള സാധ്യത, പ്രിഡേറ്റേഴ്സ്, ഇതിനെ പിടിച്ചു തിന്നാൻ വരുന്ന ജീവികളൊക്കെ തിന്നാനുള്ള സാധ്യതയൊക്കെ കുറവാണ് വിവിപാരസിൽ, അല്ലേ? പക്ഷെ ഒവിപാരസിൽ അതെല്ലാം കൂടുതലായിരിക്കും. അതാണ് പറയുന്നത്, ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ the chances of survival of young ones is greater in viviparous organisms. നല്ല രീതിയിലുള്ള കെയറും പ്രൊട്ടക്ഷനും ഒക്കെ എംബ്രിയോയുടെ വളർച്ചയിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സർവൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നശിച്ചു പോകാതെ നിലനിൽക്കാനുള്ള ചാൻസ് എവിടെയാണ് കൂടുതലെന്ന് പറയുന്നു? വിവിപാരസ് ആനിമൽസിനായിരിക്കും കൂടുതൽ. ഓക്കെ, ഇനിയും അടുത്ത ഒരു ടോപ്പിക്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്, പോളിനേഷൻ. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് പഠിക്കും. അതേപോലെ തന്നെ അടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്, ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ചില സെല്ലുകളെ പറ്റിയാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ്, പോളൻ ഗ്രെയിൻ പൂമ്പൊടി, ഈ പോളൻ ഗ്രെയിനകത്താണ് മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. ആ മെയിൽ ഗ്യാമീറ്റിൻ്റെ മറ്റൊരു പേരാണ് ആന്ത്രോസുവോയിഡ്. ഇതൊക്കെ ഹാപ്ലോയിഡ് സെല്ലുകളാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ക്രോമസോം ഉള്ള സെല്ലുകളാണ്. 2 സെറ്റ് ക്രോമസോം ഉള്ള സെല്ലുകളാണ് ഓവറി, ആന്തർ, സൈഗോട്ടൊക്കെ 2 സെറ്റ് ക്രോമസോം ഉള്ള സെല്ലുകളാണ്. എൻഡോസ്പേം, ഇതെന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ഇതൊരു ടിഷ്യൂ ആണ്. ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻ്റ് അല്ലെങ്കിൽ പോഷണം ചെടികളിൽ കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു ടിഷ്യൂ ആണ് എൻഡോസ്പേം. ഈ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്. അതിൽ 3 സെറ്റ് ക്രോമസോമുകളുണ്ട്. അതുകൊണ്ടാണ് 3N എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നു. എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്? പറഞ്ഞായിരുന്നു, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിൻഗമി അല്ലെങ്കിൽ ബീജസംയോഗം, അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിന് സെൽ ഡിവിഷൻ നടന്ന്, മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ രീതിയാണ് സൈഗോട്ടിൽ നടക്കുന്നത്. അതേപോലെയുള്ള കുറേ സെല്ലുകൾ ഉണ്ടാകും. അതാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ എംബ്രിയോ പിന്നീട് വളർന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജീവിയായിട്ട് മാറും. സോ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഓവറി ചെടികളുടെ കേസിൽ ഫ്രൂട്ടാകുന്നു. ഓവ്യൂള് ചെടികളുടെ കേസിൽ സീഡാകുന്നു. ഓവറി വോള് ചെടികളുടെ കേസിൽ ഫ്രൂട്ട് വോൾ അല്ലെങ്കിൽ പെരികാർപ്പായിട്ട് മാറുന്നു. ഫ്രൂട്ട് വോളിൻ്റെ മറ്റു പേരാണ് പെരികാർപ്പ്. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കൂടുതൽ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട് വോളിൻ്റെ മറ്റൊരു പേരാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് വായിച്ചോളണം. അടുത്ത നമ്മളുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ആൻജിയോസ്പേംസ്. ഈ വിഭാഗം ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിലെ കോശങ്ങളെല്ലാം തന്നെ ഡിപ്ലോയിഡ് ആണ്. ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ആയിരിക്കും എന്നും ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ റീപ്രൊഡക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ
ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലവർ തന്നെയാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഫ്ലവറിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ചെറിയ ക്ലാസ് മുതലേ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. തൽക്കാലം നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നന്നാവും. അപ്പോൾ പുറത്ത് പോയിട്ട് ഒരു ചെമ്പരത്തിപ്പൂ പറിച്ച് കയ്യിൽ വെക്കുക. ആ ചെമ്പരത്തിപ്പൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും രണ്ടും ഒരു ഫ്ലവറിൽ തന്നെ കാണുന്ന അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ആ അവസ്ഥയ്ക്ക് ഒരു പേര് പറയും. എന്താണ്? ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും കാണപ്പെടുന്നുവെങ്കിൽ ആ അവസ്ഥയ്ക്കൊരു പേര് പറയും ബൈസെക്ഷൽ ഫ്ലവർ. സോ ഹിബിസ്കസ് എന്ന് പറയുന്ന നമ്മളുടെ പൂവ് അല്ലേ, അതായത് ചെമ്പരത്തി, അതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണ് അല്ലേ. ഇനിയും ഇതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് പോയാൽ നോക്കിയേ, ആൻഡ്രീഷ്യമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ ഈസ് ഗൈനീഷ്യം. Andrecium is the male reproductive organ and gynoecium is the female reproductive organ. ഇനിയും ചെമ്പരത്തിപ്പൂ ഒന്ന് ശ്രദ്ധിക്കുക. ചെമ്പരത്തിപ്പൂ നോക്കിയാൽ ചെമ്പരത്തിപ്പൂവിൽ അതിൻ്റെ മുകൾ ഭാഗത്തായി നോക്കിയാൽ മഞ്ഞ നിറത്തിലുള്ള പൂമ്പൊടി അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് കാണാം അല്ലേ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ പോളൻ ഗ്രെയിൻസ് പറ്റിയിരിക്കുന്നത് ചെറിയ നാരുകൾ പോലെയുള്ള ചില സ്ട്രക്ചേഴ്സിൻ്റെ പുറത്തല്ലേ. ഈ ഓരോ നാരു പോലെയുള്ള സ്ട്രക്ചറിനെയും വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. STAMEN, സ്റ്റേമൻ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഈ സ്റ്റേമൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതിനെ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഈ സ്റ്റേമനുകൾ എല്ലാം കൂടി ചേർന്ന് നിങ്ങൾ ആ ഫ്ലവറിൽ നോക്കുമ്പോൾ ഒരുപാട് ഇതേപോലുള്ള ചെറിയ ചെറിയ നാരുകൾ പോലെയുള്ള സ്റ്റേമനുകൾ കാണാൻ സാധിക്കും അല്ലേ. ഈ സ്റ്റേമനുകളെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്ത് പേര് വിളിക്കും? ആൻഡ്രീഷ്യം. സോ ആൻഡ്രീഷ്യം ഈസ് മെയ്ഡ് ഓഫ് യൂണിറ്റ്സ് കോൾഡ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് ചേർന്നുണ്ടാകുന്നതാണ് ആൻഡ്രീഷ്യം. അതാണ് ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇനിയും ഒരു സ്റ്റേമൻ നമ്മൾ നോക്കിയേ, ഒരു സ്റ്റേമൻ്റെ ഡയഗ്രം അവിടെ കൊടുത്തിട്ടുണ്ട്. എ ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ മുകളിലായിട്ട് നോക്കിയാൽ ആന്തർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതുകൂടാതെ താഴേക്ക് ഒരു സ്റ്റോക്കും കാണാം, ഒരു തണ്ട് അല്ലേ. ഈ സ്റ്റോക്കിനൊരു പേരുണ്ട്, ഫിലമെന്റ്. നിങ്ങൾ അങ്ങോട്ട് അടയാളപ്പെടുത്തണം. ആ സ്റ്റോക്കിൻ്റെ ഭാഗത്ത് ഫിലമെന്റ്, FILAMENT, ഫിലമെന്റ് എന്നാണ് സ്റ്റോക്കിനെ വിളിക്കുന്നത്. അപ്പോൾ ആന്തറും ഫിലമെന്റും ചേർന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇതേപോലുള്ള ഒരുപാട് സ്റ്റേമനുകൾ ചേർന്നുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത്? ആൻഡ്രീഷ്യം. നിങ്ങൾ ഈ ആന്തർ കണ്ടല്ലോ. ആ ആന്തറിൻ്റെ പുറത്താണ് നിങ്ങൾ എന്ത് കാണുന്നത്? ചെമ്പരത്തിപ്പൂവില് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടി കാണുന്നത്. ഈ ആന്തറിന് ഒരു പ്രത്യേകതയുണ്ട്. ആന്തർ ഇവിടെ നോക്കിയാൽ, ആ പടം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. 2 പാളികളാണുള്ളത് അല്ലേ. ബൈലോബ്ഡ് എന്ന് പറയും ആന്തർ. അവിടെ നോക്കിയാൽ അറിയാം, 2 പാളികളായിട്ടാണ് ആന്തർ കാണുന്നത്. ബൈലോബ്ഡ് എന്നാണ് അതിനെ വിളിക്കുക. അതുകൂടാതെ ആ ആന്തറിൻ്റെ നടുക്കോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ റിഡ്ജ് പോലെ അല്ലേ, ഒരു ചെറിയ പാത്തി പോലെയുള്ള ഒരു സ്ട്രക്ചർ അതിൻ്റെ നടുക്കായിട്ട് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് തീക്ക. THECA, തീക്ക എന്ന് വിളിക്കും. അപ്പോൾ
ഇവിടെ നമ്മൾ ഒരു തീക്ക കാണുന്നുണ്ട്, അതേപോലെ തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു തീക്കയുണ്ട്. ഇങ്ങനെ രണ്ട് തീക്ക ആന്തറിൽ കാണുന്നത് കൊണ്ട് ആന്തർ ഡൈതീക്കസ് ആണ് എന്ന് പറയും. സോ ആൻജിയോസ്പേംസിന്റെ കാര്യം പറയുമ്പോൾ ആന്തർ എന്താണ്? ഡൈതീക്കസ് ആണ്, ബൈലോബ്ഡ് ആണ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ്രീഷ്യവും സ്റ്റേമനും സ്റ്റേമനിൽ കാണുന്ന ആന്തറും. മറക്കരുത്, ആന്തറിനുള്ളിലാണ് എന്തുണ്ടാകുന്നത്? പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടി ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്ന പൂമ്പൊടി പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പൂമ്പൊടി ഉണ്ടായതിനു ശേഷം ആന്തർ പൊട്ടി പുറത്ത് വന്നു നിൽക്കുന്ന പൂമ്പൊടിയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഒരു ഡയഗ്രം കൊടുത്തിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചേ. TS ഓഫ് മെച്വർ ആന്തർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. TS എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ആണ്. മെച്വർ ആയിട്ടുള്ള ഒരു ആന്തർ അതിൻ്റെ ഒരു സെക്ഷൻ എടുത്താൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. തുറന്നിരിക്കുന്ന അവസ്ഥയിൽ കാണാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് നടുക്കായിട്ട് അതിൻ്റെ 4 കോർണറുകളിലായിട്ട് 4 റൗണ്ടുകൾ വരച്ചേക്കുന്ന കണ്ടോ? ഈ 4 റൗണ്ടുകളുള്ള ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മൈക്രോസ്പൊറാഞ്ചിയം. 4 കോർണറുകളിലും കാണുന്ന ഭാഗങ്ങളെ എന്ത് വിളിക്കും? മൈക്രോസ്പൊറാഞ്ചിയം. അപ്പോൾ ആന്തറിന്റെ ആദ്യത്തെ ലോബില് 2 മൈക്രോസ്പൊറാഞ്ചിയവും രണ്ടാമത്തെ ലോബില് 2 മൈക്രോസ്പൊറാഞ്ചിയവും, അങ്ങനെ ടോട്ടല് 4 മൈക്രോസ്പൊറാഞ്ചിയമാണ് കാണുന്നത്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്താണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. ക്ലിയർ? ഇനിയൊന്ന് നോക്കിയേ, ഈ ആന്തറിന്റെ വോള് അല്ലെങ്കിൽ ആന്തറിന്റെ ഭിത്തി നോക്കിയാൽ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലെയേഴ്സ് ഓഫ് സെൽസ്, അതിനെ വിളിക്കുന്ന പേരാണ് വോൾ ലെയേഴ്സ് ഓഫ് ആന്തർ. ആന്തറിന്റെ ഭിത്തി അല്ലെങ്കിൽ വോള് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലെയേഴ്സ് ഓഫ് സെൽസിനെ വോൾ ലെയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ആന്തറിന്റെ വോൾ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് അടുത്ത ഒരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുറമേയുള്ള ആന്തറിന്റെ ലെയറിനെ എപ്പിഡെർമിസ് എന്ന് പറയുന്നു. നോക്കുക, ആ ഡയഗ്രത്തിൽ തന്നെ TS ഓഫ് മെച്വർ ആന്തർ എന്ന് എഴുതിയതിന്റെ വലതുവശത്തായിട്ട് സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ഭാഗം കാണിച്ച് ഒരു ലെൻസ് പോലെ കാണിച്ച് വലുതാക്കി കാണിച്ചിരിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആരോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്തറിന്റെ വോള് നോക്കിയാൽ ഏറ്റവും പുറമേ ആയിട്ട് ഒരു ലെയർ സെൽസ് കാണാൻ പറ്റും. അതിനെ എപ്പിഡെർമിസ് എന്ന് പറയുന്നു. എപ്പിഡെർമിസിന്റെ ഉള്ളിലായിട്ട് ഒരു ലെയർ സെല്ലുണ്ട്. അതിനെ എൻഡോതീസിയം എന്ന് പറയുന്നു. എൻഡോതീസിയത്തിന്റെയും ഉള്ളിലായിട്ട് ഒരു 2-3 ലെയേഴ്സ് ഓഫ് സെൽസ് കാണപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സിന്റെയും ഉള്ളിലായിട്ട് വീണ്ടും കാണുന്നതാണ് ഒരു ലെയർ സെല്ല് കാണാം. ഈ ഒരു ലെയർ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ടപ്പീറ്റം. ടപ്പീറ്റം എന്ന് പറയും. ഈ ടപ്പീറ്റം എന്ന് പറയുന്നത് ആന്തറിന്റെ ഇന്നർമോസ്റ്റ് വോൾ ലെയർ ആണ്. അപ്പൊ ആന്തറിന്റെ ഔട്ടർ മോസ്റ്റ് വോൾ ലെയർ എപ്പിഡെർമിസ്, ഇന്നർമോസ്റ്റ് വോൾ ലെയർ ടപ്പീറ്റം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏറ്റവും പുറമേയുള്ള വോൾ ലെയർ എപ്പിഡെർമിസ്, അത് കഴിഞ്ഞാൽ എൻഡോതീസിയം, അത് കഴിഞ്ഞാൽ മിഡിൽ ലെയേഴ്സ്, അത് കഴിഞ്ഞാൽ ടപ്പീറ്റം. ടപ്പീറ്റം ഈസ് ദി ഇന്നർമോസ്റ്റ് വോൾ ലെയർ ഓഫ് ആന്തർ. നോക്കുക, ആ ടപ്പീറ്റം വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ കോർണറുകളിൽ പറഞ്ഞ ആ ഭാഗം അതിനെ പൊതിഞ്ഞുകൊണ്ടാണ്, മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഭാഗം പറഞ്ഞല്ലോ, അതിനെ പൊതിഞ്ഞുകൊണ്ടാണ് ടപ്പീറ്റം കാണുക. ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടപ്പീറ്റം കാണുക. ഇനി നോക്കിയേ, ഈ വോൾ ലെയറിൽ എപ്പിഡെർമിസ് ആയാലും എൻഡോതീസിയം ആയാലും മിഡിൽ ലെയേഴ്സ് ആയാലും ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ ആന്തറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഡെഹിസൻസ് ഓഫ് ആന്തറിനെ സഹായിക്കുക. ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് പറഞ്ഞാൽ ആന്തറിന്റെ വോള് പൊട്ടുന്ന
പ്രോസസ്സിനെയാണ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് വേണമല്ലോ പോളൻ ഗ്രെയിൻസിന് പുറത്തു വരാനായിട്ട്. അപ്പോൾ ആന്തറിൻ്റെ ബോള് പൊട്ടുന്ന ഡെഹിസൻസിന് സഹായിക്കുകയും അതുപോലെ തന്നെ ആന്തറിന് മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? എപ്പിഡെർമിസും എൻഡോതീസിയവും മിഡിൽ ലെയേഴ്സും ചെയ്യുന്നത്. ടപ്പീറ്റം ഓർക്കുക, ടപ്പീറ്റം പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഡെവലപ്പ് കൊണ്ടിരിക്കുന്ന പോളൻ ഗ്രെയിൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ, പോഷണം കൊടുക്കുകയാണ് ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ. പലപ്പോഴും ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. വിച്ച് ആന്തർ വോൾ ലെയർ പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്? വാട്ട്സ് ദി ആൻസർ? Tapetum. Then another question can be asked, which is the innermost wall layer of anther and what is its function? Which is the innermost wall layer of anther? Yes, it's tapetum. Function I have already said. What's the function? Yes, provide nutrition to the developing pollen grains. Clear ആണെന്ന് വിചാരിക്കും. ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകുന്നു. മൈക്രോസ്പോറോജെനിസിസ്. എങ്ങനെ വായിക്കും? മൈക്രോസ്പോറോജെനിസിസ്. മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ്. നിങ്ങൾ അവിടെ ബ്രാക്കറ്റിലോട്ടൊന്ന് എഴുതിയിടുക. മൈക്രോസ്പോറോജെനിസിസ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിടുക. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനിസിസ്. ഇപ്പോൾ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പൂമ്പൊടിയുടെ മറ്റൊരു പേരാണ് മൈക്രോസ്പോർ. ഇനി അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ഈ പൂമ്പൊടി അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. നോക്കുക, ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു. ആന്തറിൽ നിന്ന് തുടങ്ങുന്നു. ആന്തർ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ആൻഡ്രീഷ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേമൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആന്തർ അല്ലേ? ഈ ആന്തറിലെ സെല്ലുകൾ ഡിപ്ലോയിഡ് ആണ്. അതാണ് 2N എന്ന് കൊടുത്തത്. നോക്കിയേ, ഈ ആന്തറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 കോർണറുകളിലായിട്ട് ഒരു ഭാഗമുണ്ട്. റൗണ്ടിൽ വരച്ച് കാണിച്ചിരുന്നല്ലോ, കണ്ടല്ലോ നിങ്ങൾ. ആ ഭാഗത്ത് നടുക്കായിട്ട് കാണുന്ന ടിഷ്യൂ ആണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂ നമ്മളൊരു ആന്തറിൻ്റെ TS എടുത്ത് നോക്കിയാൽ 4 കോർണറുകളിലും നടുക്കു ഭാഗത്തായിട്ട് കാണാൻ പറ്റും സ്പോറോജീനസ് ടിഷ്യൂ. നേരത്തെ പറഞ്ഞ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് കാണുന്ന ടിഷ്യൂ ആണ് സ്പോറോജീനസ് ടിഷ്യൂ. അതിലെ സെല്ലുകളെല്ലാം തന്നെ ഡിപ്ലോയിഡ് ആണ്. അടുത്തതായിട്ട് സംഭവിക്കുന്നത്, ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂവിലെ കുറേ സെല്ലുകൾ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലായിട്ട് മാറും. അതിൽ നിന്നാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള കുറച്ച് സെല്ലുകൾ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. ഇതും എന്ത് തന്നെയാണ്? ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ പോളൻ മദർ സെല്ലും ഡിപ്ലോയിഡ് ആണ്. ഇനി എന്ത് സംഭവിക്കുന്നു? അവിടെ എഴുതിയിട്ടുണ്ട് മിയോസിസ്. ഓരോ മൈക്രോസ്പോർ മദർ സെല്ലിനും മിയോസിസ് നടന്ന് 4 വീതം എന്തുണ്ടാകും? മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ഈ 4 മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിനും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ? കാരണം മിയോസിസിന് ശേഷം ഉണ്ടായതായതുകൊണ്ട് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഓരോ പോളൻ മദർ സെല്ലിൽ നിന്നും 4 ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻ വീതം ഉണ്ടാകും. ആദ്യമായിട്ട് ഉണ്ടായി വരുന്ന ഈ 4 ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിനുകളും ഒരു ഗ്രൂപ്പായിട്ട് പരസ്പരം പറ്റിച്ചേർന്നായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് അതിനൊരു പേര് പറയും പോളൻ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ്.
മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ പോളൻ ടെട്രാഡ്. ഓർത്തിരിക്കണം, ഈ ഓരോ മൈക്രോസ്പോർ ടെട്രാഡിലും അല്ലെങ്കിൽ പോളൻ ടെട്രാഡിലും ഉള്ള പോളൻ ഗ്രെയിൻസ് ഹാപ്ലോയിഡാണ്. പിന്നീട് ഈ ഒന്നിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് സെപ്പറേറ്റഡ് ആകുന്നു, എന്നിട്ട് അത് പോളൻ ഗ്രെയിനുകളായിട്ട് മാറുന്നു. ഈ പോളൻ ഗ്രെയിനുള്ളിലാണ് പിന്നീട് എന്തുണ്ടാകുന്നത്? മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകുന്നത്. മറന്നുപോകരുത്, പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകുന്നു? മെയിൽ ഗാമീറ്റ് ഉണ്ടാകും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആന്തറിൽ നിന്ന് തുടങ്ങുക. ആന്തറിന്റെ 4 കോർണറുകളിലും നമ്മൾ പഠിച്ചു. മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആന്തറിന്റെ ഉള്ളിലായിട്ട് എന്തുകൊണ്ടെന്ന് പഠിച്ചു? യെസ്, 4 മൈക്രോസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലായിട്ട് സ്പോറോജീനസ് ടിഷ്യൂ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂ ഡിപ്ലോയിഡ് ആണ്. അതിലുള്ള കുറച്ച് ഡിപ്ലോയിഡ് സെല്ലുകൾ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലായിട്ട് പ്രവർത്തിക്കും. ഓരോ പോളൻ മദർ സെല്ലിനും മിയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. അതിനെ എന്ത് പറയും? പോളൻ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ്. പിന്നീട് ഈ ടെട്രാഡിൽ നിന്ന് വേർതിരിഞ്ഞ് പോളൻ ഗ്രെയിൻസ് ഫ്രീ ആകും. പോളൻ ഗ്രെയിൻസ് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓരോ പോളൻ ഗ്രെയിനിൽ നിന്നും അതിനകത്തും ഈ 2 മെയിൽ ഗാമീറ്റ്സ് വീതം ഉണ്ടാകും. ഓരോ പോളൻ ഗ്രെയിനകത്തും പിന്നീട് എന്തുണ്ടാകും? 2 മെയിൽ ഗാമീറ്റ് വീതം ഉണ്ടാകും എന്ന് ഓർത്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അടുത്തതായിട്ട് പറയുന്നത് സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ ഫോർ ദി ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. മെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് പോളൻ ഗ്രെയിൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ എടുത്ത് നോക്കിയാൽ അതിൽ 2 ലെയേഴ്സ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തിയും വോളുണ്ട്. ഔട്ടർ വോളിനെ വിളിക്കുന്ന പേര് എക്സൈൻ. ഔട്ടർ ലെയറിനെ എക്സൈൻ എന്നും ഇന്നർ ലെയറിനെ ഇൻറ്റൈൻ എന്നും പറയും. സോ ആന്തറിന്റെ വോള് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 2 ലെയേഴ്സ് വെച്ചിട്ടാണ്. ഔട്ടർ ലെയർ ഈസ് കോൾഡ് എക്സൈൻ ആൻഡ് ഇന്നർ ലെയർ ഈസ് കോൾഡ് ഇൻറ്റൈൻ. ഈ എക്സൈൻ ഒരു പ്രത്യേകതയുണ്ട്. എക്സൈൻ ഒരു പ്രത്യേക കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പേരാണ് സ്പോറോപോളിനിൻ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ എക്സൈൻ ആണ്. ഇന്നർ ലെയർ ഇൻറ്റൈൻ ആണ്. എന്തിൻ്റെയാ? പോളൻ ഗ്രെയിനിൻ്റെ ഭിത്തിയുടെ, വോളിൻ്റെ, അല്ലേ? ഇതിൽ ഈ എക്സൈൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്പോറോപോളിനിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കെമിക്കൽ കൊണ്ടാണ്. ഈ കെമിക്കലിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്ട്രോങ് ആസിഡ്സിനെ, സ്ട്രോങ് ആൽക്കലിയെ, ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിലും ആൽക്കലിയിലും ഒന്നും ഇട്ടാൽ ഈ സ്പോറോപോളിനിൻ നശിച്ചു പോകത്തില്ല. അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ നശിച്ചു പോകുന്നില്ല. ഇനി ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ഡീഗ്രഡേഷൻ നടത്തുന്ന അല്ലെങ്കിൽ അഴുകൽ നടത്തുന്ന ഒരു മൈക്രോബിനും ഇതിൽ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കെമിക്കലാണ് സ്പോറോപോളിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോറോപോളിനിൻ എന്ന് പറയുന്നത് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വോളാണ്, ഔട്ടർ ലെയറാണ് ഈ പോളൻ ഗ്രെയിൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പല ചെടികളുടെയും പോളൻ ഗ്രെയിൻസ് വർഷങ്ങളോളം മണ്ണിലൊരു കേടും കൂടാതെ കിടക്കും. മണ്ണിൽ കുറേ പോളൻ ഗ്രെയിൻസ് ഒക്കെ വീഴുമല്ലോ. ഈ പോളൻ ഗ്രെയിൻസ് മണ്ണിൽ നശിച്ചു പോകാതെ കിടക്കും. അപ്പോൾ ഫോസിലുകളൊക്കെ കിട്ടുന്ന സമയത്ത് ആ ഫോസിൽ റെക്കോർഡുകളിലൊക്കെ നശിച്ചു പോകാത്ത വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് പോലും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോസിൽ റെക്കോർഡുകളിൽ ഈ പോളൻ ഗ്രെയിൻസ് നശിച്ചു പോകാതെ കിട്ടുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി പ്രസൻസ് ഓഫ് സ്പോറോപോളിനിൻ ഇൻ ദി outer layer of wall of pollen grain. And this particular chemical sporopollen is resistant to biological agents like bacteria. അതിനെ നശിപ്പിക്കാൻ ഒക്കാത്തത് കൊണ്ടാണ് അത് അവിടെ കിടക്കുന്ന കേടുകൂടാതെ, അല്ലേ?
യെസ്. ഇനി ഇന്നർ ലെയറിലേക്ക് പോകുന്നു. ഇൻറ്റൈൻ. ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 chemicals. One is cellulose, the other one is pectin. സോ സെല്ലുലോസ് നിങ്ങൾക്കറിയാം സാധാരണ സെൽ വോൾ നിർമ്മിക്കപ്പെടുന്ന കെമിക്കലാണ് അല്ലേ. അതുകൂടാതെ പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലും കൂടി ഇവിടെ ഉണ്ടാവും. സോ പോളൻ ഗ്രെയിൻ്റെ പുറത്തായിട്ട് ഉള്ള ലെയർ ഏതാണ്? പോളൻ ഗ്രെയിൻ്റെ വോളിൻ്റെ പുറത്തെ ലെയറാണ് എക്സൈൻ, സ്പോറോപോളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അകത്തെ ലെയറാണ് ഇൻറ്റൈൻ, സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവിടെ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾ മറ്റൊരു കാര്യം ആ പോളൻ ഗ്രെയിൻ്റെ പുറത്ത് ഒരു ഡയഗ്രാം, ആ ഡയഗ്രത്തിൽ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. ജേം പോർ. ശ്രദ്ധിച്ചോ? അപ്പം ജേം പോർ എന്ന് പറഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻ്റെ ചില ഭാഗങ്ങളിൽ എക്സൈൻ കാണത്തില്ല, ഇൻറ്റൈൻ മാത്രമേ ഉള്ളൂ. ക്ലിയറായോ? ഇപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ചില ഭാഗങ്ങളിൽ നോക്കിയാൽ, ചില പോയിന്റുകളിൽ നോക്കിയാൽ അവിടെ എക്സൈൻ ഈസ് ആബ്സെൻറ്റ്, ഉള്ളി ഇൻറ്റൈൻ ഈസ് പ്രസൻറ്റ്. അപ്പോൾ ആ എക്സൈൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജേം പോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ജേം പോഴ്സ് എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ഇന്നർ വോൾ ലെയർ മാത്രമേ ഉള്ളൂ, ഇന്നർ വോൾ മാത്രമേ ഉള്ളൂ. ഏതാ? ഇൻറ്റൈൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിക്കുക. ഇനി അവിടെ കാണാം ഒരു മെച്വർ പോളൻ ഗ്രെയിൻ നോക്കിയാൽ, ആ മെച്വർ പോളൻ ഗ്രെയിൻ നമുക്കറിയാം തുടക്കത്തിൽ അതൊരു സെല്ലല്ലേ. ആ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും. അതൊരു പ്രത്യേകതരം ഡിവിഷനാണ് അവിടെ നടക്കുന്നത്. ആ ഡിവിഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ സെല്ലുണ്ടാകും, ഒരു ചെറിയ സെല്ലുണ്ടാകും. വലിയ സെല്ലാണ് വെജിറ്റേറ്റീവ് സെല്ലെന്ന് പറയും. ചെറിയ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെൽ. അപ്പോൾ ഒരു പോളൻ ഗ്രെയിനകത്ത് ഒരു വലിയ സെല്ല് വെജിറ്റേറ്റീവ് സെല്ലും ഒരു ചെറിയ സെല്ല് ജനറേറ്റീവ് സെല്ലും കാണും. പിന്നീട് സംഭവിക്കുന്നത് ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് വീണ്ടും 2 സെല്ലാവും. ആ 2 സെല്ലാണ് 2 മെയിൽ ഗ്യാമീറ്റ്സ് ആയിട്ട് മാറും. ഒരു പോളൻ ഗ്രെയിനകത്ത് സംഭവിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. പോളൻ ഗ്രെയിൻ തുടക്കത്തിൽ ഒരു സെല്ലാണ് അല്ലേ. അതിന് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്ന് എന്തായി? 2 സെല്ലായി. ഒരു വലിയ സെല്ല് വെജിറ്റേറ്റീവ് സെല്ല്, ഒരു ചെറിയ സെല്ല് ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ലിന് പിന്നീട് കാര്യമായ ഫംഗ്ഷൻ ഒന്നുമില്ല. ജനറേറ്റീവ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 ആകും. അതാണ് എന്തുവാ? 2 മെയിൽ ഗാമീറ്റ്സ്. അപ്പോൾ ആന്തറിനകത്ത് നിന്ന് പോളൻ ഗ്രെയിൻസ് പുറത്തു പോകുമ്പോൾ ഒന്നുകിൽ 2 സെൽസ് ഉള്ള അവസ്ഥയിലായിരിക്കും ഈ പോളൻ ഗ്രെയിൻ പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ 3 സെല്ലുള്ള അവസ്ഥയിലായിരിക്കും പുറത്തു പോകുന്നത്. നോക്കുക, 2 സെല്ലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലായിരിക്കും? ഒരു ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും. അങ്ങനെ ഒരു ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലുമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് പുറത്തു പോകാം. ഇനിയും മറ്റൊരു കണ്ടീഷൻ ഉള്ളതോ? ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമീറ്റ്സ് ആയി മാറിയതിന് ശേഷം പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് പുറത്തു പോകാം. അങ്ങനെയാണെങ്കിൽ പോളൻ ഗ്രെയിൻ എത്ര സെല്ല് കാണും? 3 സെൽസ്. ഏതൊക്കെയാ? ഒരു ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗ്യാമീറ്റ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ആന്തറിൽ നിന്ന് പുറത്തു പോകുന്ന പോളൻ ഗ്രെയിൻ 2 സെൽഡ് ആകാം, 3 സെൽഡ് ആകാം. 2 സെൽഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് 2 സെൽസ്? ഒരു ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെൽ. 3 സെൽഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമീറ്റ്സ് ആയി മാറി. അപ്പോൾ 2 മെയിൽ ഗ്യാമീറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലും കൂടി ആകുമ്പോൾ ടോട്ടല് 3 സെൽസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനിയും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ. പോളൻ ഗ്രെയിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനകത്താണ് പോളൻ ഗ്രെയിൻസിനകത്താണ് മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള മെയിൽ ഗ്യാമീറ്റ്സിന് നിലനിൽക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇഷ്ടം പോലെ
എവിടെയുണ്ട്? പോളൻ ഗ്രെയിൻസിനകത്തുണ്ട്. സോ പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അതുകൊണ്ട് തന്നെ ഈ പോളൻ ഗ്രെയിൻസ് ഈ തേനീച്ചക്കൂട്ടിലൊക്കെ ധാരാളമായിട്ട് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. അപ്പോൾ അത്തരം പോളൻ ഗ്രെയിൻസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അത് ഗുളിക രൂപത്തിലൊക്കെ ആക്കി ബി പോളൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ബി പോളൻ ഫ്രം ഇംഗ്ലണ്ട് 30 ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, കണ്ടല്ലോ. അപ്പോൾ ഇത് ഈ തേനീച്ച കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പോളൻ ഗ്രെയിനാണ്. അതിനെ പ്രോസസ്സ് ചെയ്ത് ഗുളിക രൂപത്തിലാക്കിയിരിക്കുക. അതിനകത്ത് ധാരാളമായിട്ട് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ അത്ലറ്റ്സിന്, അതായത് ഈ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന മനുഷ്യർക്കും റേസ് ഹോഴ്സ്, ഈ പന്തയ കുതിരകളൊക്കെ അവയ്ക്കുമൊക്കെ അവയുടെ ഊർജം കൂട്ടുന്നതിന് വേണ്ടിയും ഒക്കെ ആയിട്ട് ഇത്തരം പോളൻ ഗ്രെയിൻസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പോളനിൽ നിന്ന് കിട്ടുന്ന ഗുളിക ഉപയോഗിക്കും. ഇനി മറ്റൊരു ടൈം പറയുന്നത്, ഈ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, സ്റ്റഡി പർപ്പസിന് വേണ്ടിയോ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റഡീസ് നടത്താനൊക്കെ വേണ്ടിയോ പോളൻ ഗ്രെയിൻസിന് ഒരു കുഴപ്പമില്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് ലിക്വിഡ് നൈട്രജനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ലിക്വിഡ് നൈട്രജൻ്റെ പ്രത്യേകത -196 ഡിഗ്രി സെൽഷ്യസ് ആണ് ലിക്വിഡ് നൈട്രജൻ്റെ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ട് ഇരിക്കത്തുള്ളൂ നൈട്രജൻ. അല്ലെ നൈട്രജൻ എന്തായിട്ട് മാറും? ഗ്യാസായിട്ട് മാറും. അപ്പോൾ -196 ഡിഗ്രി കൊടുത്താലേ നൈട്രജൻ എന്താകത്തുള്ളൂ? ലിക്വിഡായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കത്തുള്ളൂ. ആ ലിക്വിഡ് നൈട്രജനിൽ ഈ പോളൻ ഗ്രെയിൻസിനെ ഇട്ട് വെക്കാം. ഇതിനാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ പോളൻ ഗ്രെയിൻ എവിടെ ഇരിക്കുന്നു? പോളൻ ഗ്രെയിൻ ആന്തർ പൊട്ടി ആന്തറിൻ്റെ പുറത്തിരിക്കുകയാണ് പോളൻ ഗ്രെയിൻ, അല്ലേ? ഇനി ഈ പോളൻ ഗ്രെയിൻ എങ്ങോട്ട് പോകണം? ഈ പോളൻ ഗ്രെയിനകത്ത് ഇപ്പം എന്തുണ്ടായിരിപ്പുണ്ട്? മെയിൽ ഗ്യാമീറ്റ് ഉണ്ടായിട്ടിരിപ്പുണ്ട്, അല്ലേ? ഈ പോളൻ ഗ്രെയിൻ ഇനിയും നേരെ ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് പോകണം. വിച്ച് ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? യെസ്, ഇറ്റ് ഈസ് ഗൈനീഷ്യം. ഗൈനീഷ്യം ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഒരു ഗൈനീഷ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നോ അതിലധികമോ കാർപ്പൽസ് വെച്ചിട്ടാണ്. ഒന്നോ അതിലധികമോ കാർപ്പൽ വെച്ചിട്ട്. ഒരു കാർപ്പൽ നോക്കിയാൽ അതിന് 3 ഭാഗങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. നമ്മൾ ചെമ്പരത്തിപ്പൂ എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ നടുക്കൂടെ ഒരു നൂല് പോലുള്ളൊരു സാധനം ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ, അല്ലേ? അതിൻ്റെ ഏറ്റവും മുകളിലുള്ളതാണ് സ്റ്റിഗ്മ. പടം കണ്ടാൽ നിങ്ങൾക്കറിയാം. നൂല് പോലുള്ളത് ഒരു ട്യൂബാണ് സ്റ്റൈല്. ഏറ്റവും അടിയിലുള്ളത് ഓവറി, അല്ലേ? ഇത് 3ഉം ചേർന്നതാണ് ഏതാ? കാർപ്പൽ, അല്ലേ? അപ്പോൾ ഈ കാർപ്പലുകൾ ചേർന്നുണ്ടാകുന്നതാണ് ഗൈനീഷ്യം. ഒരു കാർപ്പലേ ചിലപ്പോൾ ഒരു ഗൈനീഷ്യത്തിൽ കാണത്തുള്ളൂ, അല്ലെ ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് കാണാം. എന്തായാലും ഒരു കാർപ്പലിന് സ്റ്റിഗ്മ എന്നും സ്റ്റൈൽ എന്നും ഓവറി എന്നും പറഞ്ഞ പാർട്സ് ഉണ്ട്. ഓവറിക്കകത്ത് ഓവ്യൂൾ ഉണ്ടാകും. ഓവ്യൂളിനകത്ത് ഫീമെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ് ഉണ്ട്. അപ്പം ഇനി സംഭവിക്കുന്ന കാര്യം എന്താ? ഇപ്പോൾ പോളൻ ഗ്രെയിൻ എവിടെ ഇരിക്കുക? ആന്തറിൻ്റെ പുറത്തിരിക്കുക. ഈ ആന്തറിൻ്റെ പുറത്തിരിക്കുന്ന പോളൻ ഗ്രെയിൻ ആന്തറിൻ്റെ പുറത്ത് നിന്ന് എവിടെ എത്തും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഗൈനീഷ്യത്തിൻ്റെ സ്റ്റിഗ്മയിലെത്തുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. സോ വാട്ട് ഈസ് പോളിനേഷൻ? പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പോളിനേഷനെ പറ്റി ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ B12 എന്ന് പറയുന്ന പേജ് എടുക്കുക. B12 പോളിനേഷൻ പറയുന്നുണ്ട്. പോളിനേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പോളിനേഷൻ പ്രധാനമായും 3 തരത്തിൽ നടക്കും.
സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി, ദെൻ ജീറ്റിനോഗമി, ദെൻ സെനോഗമി ഓർ അലോഗമി. ഇങ്ങനെ 3 തരത്തിൽ പോളിനേഷൻ നടക്കാം. സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ, ശ്രദ്ധിക്കുക, ഇത് ഈ പ്രാവശ്യത്തെ സെക്കൻഡ് ഇയറിൻ്റെ പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. അപ്പോൾ അവിടെ ഫ്ലവർ എന്തായിരിക്കണം? ബൈസെക്ഷൽ ആയിരിക്കണം അല്ലേ? എന്നാലേ ഓട്ടോഗമി നടക്കത്തുള്ളൂ. എന്താ ബൈസെക്ഷൽ ഫ്ലവർ? ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഗൈനീഷ്യവും ഉണ്ടെങ്കിലാണ് ആ ഫ്ലവറിനെ ബൈസെക്ഷൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അത്തരം ഫ്ലവറിൽ എന്ത് നടക്കാം? ഓട്ടോഗമി നടക്കാം, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കാം. എങ്ങനെയാണ്? ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കുമ്പോൾ അതിനെ എന്ത് പറയും? ഓട്ടോഗമി. അപ്പൊ ഓട്ടോഗമി എവിടെ മാത്രമേ നടക്കത്തുള്ളൂ? ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇനിയും രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു പ്ലാന്റിന്റെ കാര്യം ഇവിടെ പറയുന്നു. കെമലീന ബംഗാളൻസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ, ആ പ്ലാന്റ് നോക്കിയാൽ അതിൽ 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് കാണും. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും കാസ്മോഗാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യത്തേയില്ല, അതായത് ആ ഫ്ലവേഴ്സ് അടഞ്ഞ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ആന്തറൊന്നും പുറത്തേക്ക് വരത്തില്ല, പുറത്തേക്ക് നിൽക്കത്തില്ല എന്നർത്ഥം. ഇനിയും കാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ വെൽ എക്സ്പോസ്ഡ് ഫ്ലവേഴ്സ്, സാധാരണ ഫ്ലവേഴ്സിൻ്റെ കൂട്ട് തന്നെ തുറന്നിരിക്കുന്ന ഫ്ലവേഴ്സ്. അപ്പോൾ അടഞ്ഞ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും തുറന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ആയിട്ടുള്ള കാസ്മോഗാമസ് ഫ്ലവേഴ്സും ഉള്ളതാണ് ഈ കെമലീന ബംഗാളൻസിസ് എന്ന് പറയുന്ന ചെടി. ഇനി രണ്ടാമത്തെ തരം പോളിനേഷനിലേക്ക് പോകുന്നു, ജീറ്റിനോഗമി. ജീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ അതേ പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ജീറ്റിനോഗമി. ഒന്നുകൂടെ പറയാം, ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ അതേ ചെടിയിൽ തന്നെയുള്ള മറ്റൊരു ഫ്ലവർ, അതേ ചെടിയിൽ തന്നെയുള്ള മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുമ്പോൾ അതിനെ എന്ത് പറയും? ജീറ്റിനോഗമി. ക്ലിയർ ആയോ? അപ്പോൾ ഓട്ടോഗമി ആയാലും ജീറ്റിനോഗമി ആയാലും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒറ്റ ചെടിയാണ് അല്ലേ? ഒരു ചെടിയുടെ ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കുമ്പോഴാണ് ഓട്ടോഗമി. അതേസമയം ഒരു ചെടിയുടെ ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ അതേ ചെടിയുടെ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുമ്പോൾ അതിനെ എന്ത് പറയും? ജീറ്റിനോഗമി. അപ്പോൾ ഓട്ടോഗമി ആയാലും ജീറ്റിനോഗമി ആയാലും രണ്ടിലും ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ത് മാത്രമാണ്? ഒരു പേരൻ്റ് അല്ലേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. നോക്കിയേ, ഓട്ടോഗമി ആണെങ്കിൽ അതിൽ മെയിൽ പേരൻറ്റും ഫീമെയിൽ പേരൻറ്റും അതേ ഫ്ലവർ തന്നെയല്ലേ അല്ലേ? അതേ ഫ്ലവറിൽ തന്നെയല്ലേ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉള്ളത്. ഇനി ജീറ്റിനോഗമി എടുത്ത് നോക്കിയാലോ, ഒരേ പ്ലാന്റിൽ തന്നെയുള്ള 2 ഫ്ലവറുകൾക്കിടയിലാണ് പോളിനേഷൻ നടക്കുന്നത്. അവിടെയും പേരന്റ് ഒരേ പ്ലാന്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഓട്ടോഗമിയിലൂടെ ആയാലും ജീറ്റിനോഗമിയിലൂടെ ആയാലും ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ സന്താനങ്ങൾ ജെനറ്റിക്കലി സിമിലർ ആയിരിക്കും ആ പേരന്റ് പ്ലാന്റുമായിട്ട്. വ്യത്യസ്തത കാണുമോ? വ്യത്യസ്തത കാണത്തില്ല. വ്യത്യസ്തത വരണമെങ്കിൽ എന്താണ്? 2 പേരൻസ് ഇൻവോൾവ് ആകും. പക്ഷേ ഓട്ടോഗമി ആയാലും ജീറ്റിനോഗമി ആയാലും ഒരു പേരൻ്റ് ഇൻവോൾവ് ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ, ഒരു ചെടിയെ ഇൻവോൾവ് ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ ജനിതകപരമായി ആ പേരൻറ്റിന് ഒരേപോലെയുള്ളതായി. നെക്സ്റ്റ് ഈസ് സെനോഗമി or allogamy is the transfer of pollen grains from the anther of a flower of a plant to the stigma of a flower of another plant. ഒരു ചെടിയുടെ ഫ്ലവറിൻ്റെ
ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു ചെടിയുടെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ പതിക്കുമ്പോഴാണ് അതിനെ സെനോഗമി അല്ലെങ്കിൽ അലോഗമി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ 2 പ്ലാന്റ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിൽ നിന്നാണ് പോളൻ ഗ്രെയിൻ പോകുന്നത്, മറ്റൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്കാണ് പോളൻ ഗ്രെയിൻ എത്തുന്നത്. അപ്പോൾ അവിടെ 2 പ്ലാന്റ്സ് റീപ്രൊഡക്ഷനിൽ ഇവിടെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഈ സെനോഗമി അല്ലെങ്കിൽ അലോഗമിയിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ ജനിതകപരമായിട്ട് വ്യത്യസ്തത കാണിക്കുന്ന സന്താനങ്ങൾ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെൽഫ് പോളിനേഷൻ ഒരു ഫ്ലവറിനകത്ത് തന്നെ നടക്കുന്ന പോളിനേഷൻ അല്ലേ, ഓട്ടോഗമി. ജീറ്റിനോഗമി ഒരു പ്ലാന്റിന്റെ 2 ഫ്ലവറുകൾക്കിടയിൽ നടക്കുന്ന പോളിനേഷൻ. സെനോഗമി അല്ലെങ്കിൽ അലോഗമിയോ 2 ചെടികൾക്കിടയിൽ നടക്കുന്ന പോളിനേഷൻ. അപ്പോൾ ഓട്ടോഗമി ആയാലും ജീറ്റിനോഗമി ആയാലും ഒരു ചെടിയെ ഇൻവോൾവ് ആയിട്ടുള്ളൂ, അലോഗമിയിൽ 2 ചെടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളത് മറക്കാതിരിക്കുക. ഓട്ടോഗമിയും ജീറ്റിനോഗമിയും ജനിതകപരമായി വ്യത്യസ്തതയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ജനിതകപരമായി വ്യത്യസ്തതയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമായ പോളിനേഷൻ ഏതു മാത്രമേ ഉള്ളൂ? അലോഗമി അല്ലെങ്കിൽ സെനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ മാത്രമേ ഉള്ളൂ എന്ന് മറക്കാതിരിക്കുക. ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ ഈ കാമെലിന ബംഗാളൻസിന്റെ കാര്യത്തിൽ ഒരു തരം ഫ്ലവർ പറഞ്ഞല്ലോ, ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും തുറക്കാത്ത ഫ്ലവറാണ്. ഒരിക്കലും തുറക്കാത്ത ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആന്തർ പുറത്തു വരുമോ? പുറത്തേക്ക് നിൽക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ ആന്തറിന്റെ പുറത്തുണ്ടാകുന്ന പോളൻ ഗ്രെയിൻസിന് വെളിയിൽ വരാൻ പറ്റുമോ? പറ്റും. അപ്പോൾ എന്ത് നടക്കാനൊക്കത്തില്ല എന്നർത്ഥം? എന്ത് നടക്കാനൊക്കത്തില്ല? അലോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കാൻ പറ്റില്ല. കാരണം പോളൻ ഗ്രെയിൻസിന് ഫ്ലവറിൽ നിന്ന് പുറത്തേക്ക് വരാനൊക്കത്തില്ല അല്ലേ? അലോഗമി നടക്കണമെങ്കിൽ എന്ത് വേണം? പോളൻ ഗ്രെയിന് ഫ്ലവറിൽ നിന്ന് പുറത്തു വന്ന് മറ്റൊരു ചെടിയുടെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ പതിക്കണം. ഇവിടെ ഫ്ലവർ തുറക്കത്തേ ഇല്ലെങ്കിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഫ്ലവർ തുറക്കാത്ത ഈ പറഞ്ഞ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതുതരം പോളിനേഷനെ മാത്രമേ നടക്കത്തുള്ളൂ? ഓട്ടോഗമി മാത്രമേ നടക്കത്തുള്ളൂ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് പറയാം, ആ സൈഡിലോട്ടൊന്ന് എഴുതിയിട്ടോണം. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ്. എന്താ ഞാൻ പറഞ്ഞേ? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ്. AUTOGAMOUS. ക്ലീസ്റ്റോഗാമസ് ഫ്ലവറുകൾ എല്ലായ്പ്പോഴും ഓട്ടോഗാമസ് ആയിരിക്കും. ഈ സെന്റൻസ് ശരിയാണോ? വിശദീകരിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ യെസ് എന്ന് കൊടുക്കണം. എന്താ കാരണം പറയുന്നത്? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സ് ആയതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോളൻ ഗ്രെയിൻസ് വരില്ല. അതുകൊണ്ട് തന്നെ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ അലോഗമി നടക്കാൻ സാധ്യത ഇല്ല എന്ന് വേണം പറയാൻ. ക്ലിയർ ആയല്ലോ? ഒരു കാര്യം കൂടി, ഒരു ടോപ്പിക്കും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. പലതരത്തിലുള്ള പോളിനേഷനുകൾ. നോക്കൂ, പോളൻ ഗ്രെയിന് സ്വന്തമായിട്ട് ചലിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പോൾ പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നത് ചില സഹായികളുടെ സഹായത്താലാണ്. ഈ സഹായികളെ നമ്മൾ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്നാണ് വിളിക്കുക. പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് നോക്കിയേ, വിൻഡ് പ്രവർത്തിക്കാം, വാട്ടർ പ്രവർത്തിക്കാം, ഇൻസെക്റ്റ് പ്രവർത്തിക്കാം, ബേർഡ് പ്രവർത്തിക്കാം, ബാറ്റ് പ്രവർത്തിക്കാം അല്ലേ? ഇതൊക്കെ പോളിനേഷൻ സഹായിക്കാം. വിൻഡ് വഴിയുള്ള പോളിനേഷനെ വിളിക്കുന്ന ടെക്നിക്കൽ ടേമാണ് അനിമോഫില്ലി. വാട്ടർ വഴിയുള്ള പോളിനേഷനെ വിളിക്കുന്ന പേര് ഹൈഡ്രോഫില്ലി. ഇൻസെക്റ്റ് വഴിയുള്ള പോളിനേഷനെ വിളിക്കുന്ന പേര് എൻറ്റമോഫില്ലി. ബേർഡ് വഴിയുള്ള പോളിനേഷനെ വിളിക്കുന്ന പേര് ഓർണിത്തോഫില്ലി. ബാറ്റ് വഴിയുള്ള പോളിനേഷനെ വിളിക്കുന്ന പേര് കിറോപ്റ്റിറോഫില്ലി. എന്തോ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഇൻസെക്റ്റ് വഴിയുള്ള പോളിനേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു ഇൻസെക്റ്റ് തേൻ കുടിക്കാൻ വേണ്ടി നോക്കുക, തേൻ കുടിക്കാൻ വേണ്ടി
ഇൻസെക്റ്റ് എവിടെ വന്നിരിക്കും? ഒരു ചെടിയുടെ ഫ്ലവറിൽ വന്ന് ഇരിക്കും അല്ലേ? ഫ്ലവറിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ കയ്യിലും കാലിലും അതിൻ്റെ കൊമ്പിലും ഒക്കെ എന്ത് പറ്റിപ്പിടിച്ചിരിക്കും? ഈ പോളൻ ഗ്രെയിൻ പറ്റിപ്പിടിച്ചിരിക്കും. ഇതേ ഇൻസെക്റ്റ് തന്നെ മറ്റൊരു ചെടിയിൽ തേൻ കുടിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ വീഴും, പോളിനേഷൻ നടക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഇൻസെക്റ്റ് പോലെയുള്ള ജീവികൾ പോളിനേഷൻ നടത്താൻ വേണ്ടി എന്ത് സഹായിക്കും? എന്ത് കൊടുക്കും? നോക്കി, ഇൻസെക്റ്റ് പോളിനേഷൻ മനഃപൂർവ്വം നടത്തുന്നതാണോ? അല്ല, അത് തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അതറിയാതെ പോളിനേഷൻ നടന്നു പോകുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ പ്ലാന്റ് ഈ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസെക്ട്സിന് കൊടുക്കുന്ന ചില സമ്മാനങ്ങൾ, റിവാർഡുകളാണ് ഈ തേൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൂമ്പൊടി തിന്നും, കുറച്ച് പോളൻ ഗ്രെയിൻ തിന്നും, എന്നാലും ബാക്കി പോളൻ ഗ്രെയിനൊക്കെ അത് സ്റ്റിഗ്മയിലോട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഫ്ലോറൽ റിവാർഡ്സ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് കേട്ടോ. ഈ തേനും അതുപോലെ കുറച്ച് പൂമ്പൊടിയൊക്കെ ഈ ഇൻസെക്ട്സിന് ഈ ഫ്ലവർ കൊടുക്കും, ഫ്ലോറൽ റിവാർഡുകളായിട്ട്. അതിന് പകരമായിട്ട് ഇൻസെക്റ്റ് പോളിനേഷൻ നടത്താൻ സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ പോളിനേഷൻ്റെ ചില പ്രത്യേകതകളെ പറ്റി നമുക്ക് നോക്കാം. വിൻഡ്, വാട്ടർ, ഇൻസെക്റ്റ്, ബേർഡ്. ഇപ്പോൾ വിൻഡ് പോളിനേഷൻ നടത്തുന്ന പ്ലാന്റിൻ്റെ ഫ്ലവറുകൾക്ക് ചില പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയ്റ്റ്, നോൺ സ്റ്റിക്കി. നോക്കിയേ, വിൻഡ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് പോളൻ ഗ്രെയിന് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് തന്നെ അത്തരം ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് വളരെ കട്ടി കുറഞ്ഞത്, ലൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാത്തത് നോൺ സ്റ്റിക്കി ആയിരിക്കും. ഇനിയും ചില കേസിൽ വിങ്ഡ് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ കേസിൽ എല്ലാത്തിലും ഇല്ല കേട്ടോ. ഉദാഹരണത്തിന് പൈൻ മരങ്ങളിലൊക്കെ വിങ്ഡ് പോളൻ ഗ്രെയിൻ, അതായത് പോളൻ ഗ്രെയിനിന് രണ്ട് ചെറിയ വിങ് പോലെയുള്ള ചെറിയ ചിറക് പോലെ, അതിന് സ്വയം ചിറക് അടിക്കാനും നോക്കത്തില്ല, പക്ഷേ ആ ചിറക് പോലുള്ള സ്ട്രക്ചേഴ്സ് കാറ്റിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ സഹായിക്കും. ഫെദറി സ്റ്റിഗ്മ മറ്റു പ്രത്യേകതയാണ്. സ്റ്റിഗ്മയ്ക്ക് എന്ത് കാണും? ചെറിയ ചെറിയ നാരുകൾ പോലെ, മീശകൾ പോലെ സ്റ്റിഗ്മയിൽ കാണും. അപ്പോൾ ഈ കാറ്റ് വഴി ഇങ്ങനെ അടിച്ചു വരുന്ന പോളൻ ഗ്രെയിൻസ് ഈ മീശയെ തട്ടി എവിടോട്ട് വീഴും? സ്റ്റിഗ്മയിലോട്ട് വീഴും. അപ്പോൾ ഫെദറി സ്റ്റിഗ്മ. വെൽ എക്സ്പോസ്ഡ് ആന്തേഴ്സ് ഫോർ ഈസി ഡിസ്പേഴ്സൽ. ഡിസ്പേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് പോവാൻ അല്ലേ? അപ്പോൾ ആന്തർ ഫ്ലവറിൽ നിന്ന് നന്നായിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും അല്ലേ? ആന്തർ പുറത്തേക്ക് തള്ളി നിൽക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കാറ്റടിക്കുമ്പോൾ പോളൻ ഗ്രെയിൻസ് പുറത്തു പോകാൻ സാധിക്കും. ഇതാണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അനുകൂലനങ്ങൾ, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതുന്നത്. എക്സാമ്പിളായിട്ട് മെയ്സും പാഴും. ഇനിയും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഉണ്ട്, അതായത് വെള്ളമാണ് പോളിനേഷൻ സഹായിക്കുന്നത്. ഇത്തരം പ്ലാന്റ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? തീർച്ചയായിട്ടും വെള്ളത്തിൽ കാണുന്നോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സമീപത്ത് കാണപ്പെടുന്നോ ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത നോക്കിയേ, പോളൻ ഗ്രെയിൻസ് ആർ കോട്ടഡ് വിത്ത് മ്യൂസിലേജ് ടു പ്രിവെൻറ്റ് വെറ്റിംഗ്. വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു പോകരുത് അല്ലേ? അപ്പം നനഞ്ഞു കുതിർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന് ഇവിടെ എന്തായിരിക്കും? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് എത്തുന്നത് വെള്ളത്തിൽ കൂടിയായിരിക്കും. വാട്ടർ കറന്റ്, വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കൂടെ ഒഴുകിയെത്തും. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇത്തരം പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്തുകൊണ്ട് വഴുവഴുപ്പുള്ള മ്യൂസിലേജിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. പിന്നീട് വാലിസ്നേറിയ പോലെയുള്ള വാട്ടർ പ്ലാന്റ്സിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സ്റ്റോക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ ഫ്ലവറിന് നീളമുള്ള തണ്ടുണ്ടായിരിക്കും. നോക്കിയേ, വെള്ളത്തിൽ കൂടെ പോളൻ ഗ്രെയിൻ ഇങ്ങനെ ഒഴുകി പോവാണ് അല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ സർഫസിൽ കൂടെ ആയിരിക്കും അത് പോവുക. അപ്പോൾ ഈ വാലിസ്നേറിയ പോലുള്ള പ്ലാന്റ്സിൻ്റെ അത് വെള്ളത്തിന് അടിയിൽ കാണുന്ന, കുറച്ചടിയിലായിട്ട് കാണുന്നു. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഫ്ലവർ നീളമുള്ള തണ്ടായതുകൊണ്ട് ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയുടെ ഭാഗം എവിടോട്ട് വന്ന് നിൽക്കും? ഈ വെള്ളത്തിൻ്റെ സർഫസിലോട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ സർഫസിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോളൻ ഗ്രെയിൻ എന്തേ വന്ന് തട്ടി അതിലോട്ടങ്ങ് വീഴും? ഈ സ്റ്റിഗ്മയിലേക്ക് തട്ടി അതിൽ വന്ന് വീഴും. അതാണ് സ്റ്റോപ്പ്. ദെൻ മറ്റൊരു പ്രത്യേകത, മെയിൽ ഫ്ലവേഴ്സ് വിത്ത് ലോങ് ആൻഡ് റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻസ്. ഇവിടെ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസിന് പ്രത്യേകതയുണ്ട്.
നീളമുള്ള റിബൺ പോലെയുള്ള പോളങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ഒഴുകിപ്പോകാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് റിബൺ ഷേപ്പിലുള്ള പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് വാട്ടർ പോളിനേഷൻ്റെ പ്രത്യേകത. ഇനിയും ഇൻസെക്ട് പോളിനേഷൻ പ്രത്യേകത എന്താ? ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് ഷോയി ആയിരിക്കും ഫ്ലവർ വളരെ ബ്രൈറ്റ് കളറുള്ളതായിരിക്കും ഇൻസെക്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി, കാണാൻ നല്ല ഭംഗിയായിരിക്കും. പ്രൊഡ്യൂസ് സ്മെൽ ആൻഡ് നെക്ടർ, നല്ല സ്മെല്ല് കാണും, അതുപോലെ നെക്ടർ അല്ലെങ്കിൽ തേൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് നോക്കിയാലും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് നോക്കിയാലും ഇതൊന്നും കാണത്തില്ല. അട്രാക്റ്റീവ് ഫ്ലവേഴ്സ് ആയിരിക്കണമെന്നില്ല, അല്ലേ? അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയില്ല, ഫ്ലവേഴ്സിൽ സെൻറ്റ് അല്ലെങ്കിൽ മണവും കാണത്തില്ല. കാരണം അവിടെ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രൈറ്റ്ലി കളേർഡ് ആണ്, ഷോയി ആണ്, സ്മെല്ല് അതിനുണ്ടായിരിക്കും, നെക്ടർ അല്ലെങ്കിൽ തേൻ ഉൽപ്പാദിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം ഫ്ലവേഴ്സ് ഫ്ലോറൽ റിവാർഡ്സ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് ഈ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അട്രാക്റ്റ് ചെയ്ത് അവിടെ എത്തിച്ചേരുന്ന ഇൻസെക്ട്സിന് ഭക്ഷണമായിട്ട് ഇത് തേനും കൊടുക്കും, പൂമ്പൊടിയും തിന്നാൻ കൊടുക്കും, അല്ലേ? അതിന് പകരമായിട്ടാണ് ഇൻസെക്റ്റ് പോളിനേഷൻ സഹായിക്കുന്നത്. ദെൻ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും, പശയുള്ളതായിരിക്കും, ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. എന്നാലല്ലേ അത് ഇൻസെക്റ്റ് വന്ന് ഇരിക്കുന്ന സമയത്ത് ഇൻസെക്റ്റിൻ്റെ കാലയിലും കയ്യിലും കൊമ്പിലുമൊക്കെ പറ്റിപ്പിടിക്കണം. ഇനിയും അടുത്തതാണ് ബേർഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളും. ബേർഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പൊതുവെ വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും, അവിടെ ബേർഡ്സ് ആണ് പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ ബേർഡാണ് അവിടെ തേൻ കുടിക്കാൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വലുതായിരിക്കും ഫ്ലവേഴ്സ്, ഷോയി ആയിരിക്കും, വളരെ വലുപ്പമുള്ളതായിരിക്കും, അല്ലേ? ഫണൽ ഷേപ്ഡ് കൊറോള ആയിരിക്കും. ഇത്തരത്തിൻ്റെ കൊറോള ഫണൽ ഷേപ്ഡ് ആയിരിക്കും, വലിയ ട്യൂബിൻ്റെ ആകൃതിയിലുള്ള കൊറോള ആയിരിക്കും. കാരണം ഉള്ളിലേക്ക് എളുപ്പത്തിൽ അതിൻ്റെ ചുണ്ടൊക്കെ ഇടാൻ പാടില്ല. പിന്നെ ഇത് ധാരാളമായിട്ട് നെക്ടർ അല്ലെങ്കിൽ തേൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. അപ്പോൾ നിങ്ങൾ നോട്ട്സും കൂടെ വെച്ചിട്ട് പഠിക്കുക, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഏതെങ്കിലും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കുക. നിങ്ങൾക്കറിയാം ഇപ്പോൾ പല സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തുന്ന ഗ്രൂപ്പുകളിലും മറ്റും പല തരത്തിലുള്ള വീഡിയോകളും ഒക്കെ ഓരോരുത്തർ അപ്ലോഡ് ചെയ്ത് ഇല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്, അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് തൽക്കാലം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടാനുള്ള സംവിധാനം ഇല്ലാതാക്കിയത്. നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ പറയാം. അപ്പം നന്നായിട്ട് പഠിക്കുക. ഈ കിട്ടുന്ന സമയം ഉഴപ്പി നടക്കാതെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.